തിരുവനന്തപുരം തമ്പാനൂരിൽ എയർഗൺ ചൂണ്ടി ടാറ്റു ആർട്ടിസ്റ്റിന്റെ ഭീഷണി. സംഭവത്തിൽ വള്ളക്കടവ് സ്വദേശിയായ റോബിൻ ജോൺസൺ പിടിയിലായി. ഇയാളുടെ കാർ നിയന്ത്രണം വിട്ട് ഓട്ടോറിക്ഷയിലും ബൈക്കിലും ഇടിച്ചിരുന്നു. ഇത് സംബന്ധിച്ച തർക്കത്തെ തുടർന്നാണ് റോബിൻ തിരയുള്ള തോക്ക് ചൂണ്ടിയത്. വിവരങ്ങളുമായി വീണ്ടും ഡാൻ കുര്യൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഡാൻ, നമുക്കറിയാം ഈ അമേരിക്കയിലും വിദേശ രാജ്യങ്ങളിലുമൊക്കെ പലരും തോക്ക് കൈവശം വയ്ക്കാറുണ്ട്, വലിയ കൂട്ടക്കുരുതി നടത്താറുണ്ട്. സമാനമായിട്ടുള്ള കാഴ്ചകളാണ് ഈ സമീപ ദിവസങ്ങളിൽ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് കൊച്ചി നഗരത്തിൽ തന്നെ ഇന്നലെ ഒരു ലൈസൻസുള്ള തോക്കുമായി എസൻസ് ഗ്ലോബലിൻ്റെ പരിപാടിയിൽ പങ്കെടുത്ത ഒരു യുവാവിൽ നിന്നും ഈ തോക്ക് കണ്ടെടുക്കുന്നു. കഴിഞ്ഞ ദിവസം, അതായത് ഒരാഴ്ച മുൻപാണ് കൊച്ചിയിലും കോഴിക്കോട്ടും യുവാക്കൾ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുന്നു, കവർച്ച നടത്തുന്നു, അത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടായത്. ഈ തിരുവനന്തപുരത്ത് തമ്പാനൂരിൽ ഈ ടാറ്റു ആർട്ടിസ്റ്റ് ഉപയോഗിച്ചത് എയർഗണ്ണാണ്, ലൈസൻസ് വേണ്ടാത്ത തോക്കാണ്. പക്ഷേ ഒരു ഭയാനകമായ സാഹചര്യം ഇപ്പോൾ കേരളത്തിലുണ്ട്. ചെറുപ്പക്കാർ തോക്ക് കൈവശം വെച്ചുകൊണ്ട് നടക്കുന്നു. എന്തിനാണ് റോബിൻ തോക്ക് അവിടെ ഉപയോഗിച്ചത്, എയർഗൺ ഉപയോഗിച്ചത്? അതായത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഈ പരാതിക്കിടയാക്കിയ സംഭവം ഉണ്ടായിരിക്കുന്നത്. തമ്പാനൂരിൽ അരിസ്റ്റോ ജംഗ്ഷനിൽ വെച്ച് രണ്ട് വാഹനങ്ങളിൽ ഈ ടാറ്റു ആർട്ടിസ്റ്റായ റോബിൻ ജോൺസൺ പോകുന്ന കാറ് ഇടിക്കുന്നു. ഒരു ബൈക്കിലും മറ്റൊരു ഓട്ടോറിക്ഷയിലുമായി ഇടിക്കുന്നു. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഈ ബൈക്ക് യാത്രികനും അതോടൊപ്പം ഓട്ടോറിക്ഷയിലുണ്ടായിരുന്നവരും ഇറങ്ങി വരുന്നു. പെട്ടെന്ന് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ അവിടേക്ക് ഓടിക്കൂടുന്നു. അതിനിടയിൽ പെട്ടെന്ന് കൈവശമുണ്ടായിരുന്ന എയർ റിവോൾവർ ഇയാൾ എടുക്കുകയാണ്. എയർ റിവോൾവർ ഉപയോഗിച്ച് നെഞ്ചിന് നേരെ, അതായത് ഈ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ അടക്കം നെഞ്ചിന് നേരെ ഇപ്പോൾ വെടിവെക്കും, തീർത്ത് കളയും എന്ന് പറഞ്ഞുകൊണ്ട് ഈ തോക്കിൻ്റെ മുനയിൽ നിർത്തുന്നു. പെട്ടെന്ന് ഇവർ ഭയചകിതരാകുന്നു. ഇയാളുടെ കൈ പിടിച്ച് മുകളിലേക്ക് ഉയർത്തി തോക്ക് കൈവശം ഇരിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ തമ്പാനൂർ പോലീസിനെ സമീപത്ത് അറിയിക്കുകയും പോലീസ് എത്തി ഇയാളെ അവിടുന്ന് പിടികൂടുകയുമായിരുന്നു. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ഇത് എയർ ഗണ്ണാണ്, എയർ റിവോൾവറാണ് എന്ന കാര്യം ഉദ്യോഗസ്ഥർ തിരിച്ചറിയുന്നത്. അതായത് നമുക്കറിയാം ലൈസൻസോടെ ഉപയോഗിക്കാൻ കഴിയുന്ന പിസ്റ്റലുകളുണ്ട്, അതല്ലാതെ ലൈസൻസ് വേണ്ടാതെ ഉപയോഗിക്കാൻ കഴിയുന്ന എയർ പിസ്റ്റലുകളും എയർ റിവോൾവറുകളുമുണ്ട്. അതിൽ എയർ റിവോൾവറാണ് ഇയാൾ ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ 30 മീറ്റർ എങ്കിലും ദൂരപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അതിൽ നിന്ന് വെടിയുതിർക്കുന്ന സാഹചര്യമുണ്ടായാൽ പരിക്ക് പറ്റുന്ന അല്ലെങ്കിൽ സാരമായി പരിക്കേൽക്കാൻ സാധ്യതയുള്ള എയർ ഗണ്ണാണ് ഇയാളുടെ കൈവശം ഉണ്ടായിരുന്നതെന്നാണ് പോലീസ് അറിയിക്കുന്നത്. തമ്പാനൂർ പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലൈസൻസ് ഇല്ലാതെ ഇത് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല എന്നാണ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ലൈസൻസ് വേണ്ടാത്ത തോക്കുകൾ, എയർ ഗണ്ണുകൾ ഇപ്പോൾ സുലഭമായി പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ വിവിധ സ്ഥാപനങ്ങളിൽ ലഭ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അവിടെ പണ്ട് കത്തി കൈവശം വെച്ചുകൊണ്ട് നടക്കുന്ന ഈ പഴയ ചട്ടമ്പിമാരുടെയൊക്കെ കാലം അങ്ങ് മാറി ഇപ്പോൾ അത് എയർ ഗണ്ണിന് വഴിമാറിയിരിക്കുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് അക്ഷമരായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ അടുത്തടുത്ത സമയത്ത് തന്നെയാണ് പല നഗരങ്ങളിൽ ഈ ഇത്തരത്തിൽ തോക്ക് ഉപയോഗിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുകയും അത് വാർത്തകളിൽ ഇടം പിടിക്കുകയും ഒക്കെ ചെയ്തത്. അതായത് വിദേശ രാജ്യങ്ങളെ കിടപിടിക്കുന്ന തരത്തിലേക്ക് ഈ തോക്ക് ഉപയോഗിച്ചുകൊണ്ട് ഡാൻ സൂചിപ്പിച്ചതുപോലെ വിദേശ രാജ്യങ്ങളിലെ പോലെ കേരളത്തിലെ പലയിടങ്ങളിലും എയർ ഗണ്ണുകൾ സുലഭമാണ്, വാങ്ങാൻ കിട്ടും. മാത്രമല്ല അത് ഓൺലൈൻ വഴി പോലും എയർ ഗൺ വാങ്ങി കൈവശം വെക്കുന്നവരുണ്ട്. പലരും പറയുന്നത് ഒരു സ്വരക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ തോക്ക് കൈവശം വെക്കുന്നതെന്നാണ്. ഈ വിഷയത്തിൽ പോലീസ് എന്ത് നടപടിയാണ് യുവാവിനെതിരെ സ്വീകരിച്ചിരിക്കുന്നത്? കാരണം തിരയുള്ള തോക്കാണ്, എന്തിനാണ് കൈവശം വെച്ചത്? ആരെങ്കിലും അപായപ്പെടുത്താൻ വേണ്ടിയാണോ തുടങ്ങി? കാരണം ഒരുപക്ഷെ വെറുതെ ഒന്ന് ഭീഷണിപ്പെടുത്താൻ വേണ്ടിയായിരിക്കാം തോക്ക് എടുത്തത്. പക്ഷെ എന്തിനാണ് ഈ തിരയുള്ള തോക്ക് കൈവശം വെച്ചതെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ടോ? അതായത് കാരണം അതിന് ലൈസൻസ് ഇല്ലാതെ തന്നെ എയർ പിസ്റ്റൾ കൈവശം വെക്കുന്നതിന് മറ്റ് നിയമപ്രശ്നങ്ങളില്ല. അതുകൊണ്ട് അതെന്തിനാണ് അയാൾ ഉപയോഗിച്ചത് എന്നതിൽ കൃത്യമായൊരു നടപടിയോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല. ഇവിടെ ഈ ഒരു പെട്ടെന്നുണ്ടായ പ്രകോപനമാണ്, വാക്കുതർക്കമാണ് ഇങ്ങനെ ഈ എയർ പിസ്റ്റൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഈ എയർ റിവോൾവർ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. അതിനപ്പുറത്തേക്ക് ഈ റോബിൻ്റെ പേരിൽ മറ്റെന്തെങ്കിലും കേസുകളുണ്ടോ എന്നും ഇങ്ങനെയൊരു എന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട് തമ്പാനൂർ പോലീസ്. പക്ഷേ അത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടില്ല. എന്തായാലും
ഇത് ലൈസൻസ് ഇല്ലാതെ ഉപയോഗിക്കാൻ കഴിയുന്ന തോക്ക് ഉപയോഗിച്ചാണ് ഇയാൾ ഈ എയർഗൺ ഉപയോഗിച്ചാണ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പെരുമാറ്റം ഇന്നലെ അരിസ്റ്റോ ജംഗ്ഷനിൽ വെച്ച് ഉണ്ടായത് എന്നാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ. വ്യക്തമാണ്. ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്തു നിന്നും വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം തമ്പാനൂരിലാണ് എയർഗണ്ണുമായി യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്.